ഖിൽജി മദ്രസയും അലാവുദ്ദീൻ ഖിൽജിയുടെ ഖബർസ്ഥാനം. കുത്തുബ് സമുച്ചയത്തിനുള്ളിൽ ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായ അലാവുദ്ദീൻ ഖിൽജിയുടെ അന്ത്യവിശ്രമ സ്ഥലമെന്ന് കരുതപ്പെടുന്ന സ്ഥലവും മദ്രസയും നിലകൊള്ളുന്നു. രാജ്യത്തെ വമ്പിച്ച വിപുലീകരണങ്ങൾക്കും പ്രധാന വാസ്തുവിദ്യാ പദ്ധതികൾക്കും പേരുകേട്ട അലാവുദ്ദീൻ ഖിൽജി മദ്രസ, അതായത് ഒരു ഇസ്ലാമിക പഠന കേന്ദ്രം, AD 1311 കുതുബ് സമുച്ചയത്തിന് സമീപമായി നിർമ്മിച്ചു. ഇത് ഇന്ത്യയിലെ ആദ്യകാല മദ്രസാ ഘടനകളിൽ ഒന്നായി മാറി. ഖുർആനിക പഠനങ്ങൾ, ദൈവശാസ്ത്രം, കർമ്മശാസ്ത്രം എന്നിവയ്ക്കായി പണ്ഡിതന്മാരെ ആകർഷിക്കുന്ന ഒരു ഇസ്ലാമിക സെമിനാരിയായി ഇത് പ്രവർത്തിച്ചതായി കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകളായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മദ്രസാ സമുച്ചയം ഇപ്പോഴും അതിൻ്റെ യഥാർത്ഥ രൂപരേഖ കാണിക്കുന്നു. അധ്യാപന മുറികളാൽ ചുറ്റപ്പെട്ട ഒരു മധ്യമുറ്റം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടേതെന്ന് കരുതപ്പെടുന്ന ലളിതവും മേൽക്കൂരയില്ലാത്തതുമായ അന്ത്യവിശ്രമ സ്ഥലവും നമുക്ക് കാണാൻ കഴിയും. പിൽക്കാല മുഗളന്മാരെ പോലെ ഇതൊരു വലിയ കല്ലറ കുടീരമായിട്ടല്ല കാണപ്പെടുന്നത്. അതിന് കാരണം മുൻകാല ഭരണാധികാരികളോ പിന്നീടുള്ള ഭരണാധികാരികളോ ചെയ്തതുപോലെ സൂഫി സന്യാസിമാരെയോ മതപുരോഹിതരെയോ അദ്ദേഹം അന്ധമായി പിന്തുണച്ചിരുന്നില്ല. അതോടൊപ്പം കല്ലറ സ്മാരകങ്ങളെ മഹത്വപ്പെടുത്തുന്നതും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. യാഥാസ്ഥിതിക സമൂഹം വിശുദ്ധരാക്കപ്പെടുന്ന രാജാക്കന്മാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ആദ്യകാല സുൽത്താനായിരുന്ന ഇൽതുമിഷ് അടിമവംശത്തിൽ നിന്നും വന്ന് അധികാരം നേടിയതിനാൽ അദ്ദേഹത്തിന് ആധികാരികമായ ഒരു പ്രാമാണ്യം ആവശ്യമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഇൽതുമിഷ് ഒരു ശരിയായ ഇസ്ലാമിക ഭരണാധികാരി എന്ന നിലയിൽ അംഗീകാരം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലമായപ്പോഴേക്കും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. പ്രതീകാത്മകതയിലൂടെയല്ല, ശക്തമായ നിയമവ്യവസ്ഥയിലൂടെയും കാർക്കശ്യത്തിലൂടെയുമാണ് അലാവുദ്ദീൻ ഖിൽജി ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹം പ്രഭുക്കന്മാരെ അമർച്ച ചെയ്യുകയും അതോടൊപ്പം വിപണിയെ നിയന്ത്രിക്കുകയും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്തു. സമയോചിതമായി മതപണ്ഡിതരെ അവഗണിക്കുകയും ഭരണകാര്യത്തിൽ അവരിൽ നിന്ന് യാതൊരു ഉപദേശവും സ്വീകരിക്കുകയോ അതിൽ ഇടപെടാനോ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. ആവർത്തിച്ചുള്ള മംഗോളിയൻ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ വിജയകരമായി പ്രതിരോധിച്ച സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ കുതുബ് സമുച്ചയത്തിലെ ഖിൽജി മദ്രസയും അതിനോട് ചേർന്ന ഈ ഖബറും നമ്മൾക്ക് ഉത്തരം നൽകുന്നതിലുപരി ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കാരണം ഇവിടെ ഖബറടക്കപ്പെട്ടത് ആരാണെന്ന് പറയുന്ന വ്യക്തമായ ശിലാലേഖനമില്ല. ചരിത്രരേഖകൾ അതിന് വ്യക്തമായ സ്ഥിരീകരണവും ഇല്ല. സന്ദർശകർ അശ്രദ്ധരായി ഈ ഖബറിന് മുകളിലൂടെ നടക്കുകയോ അതിനു മുകളിൽ ഇരിക്കുകയോ ചെയ്യുന്നതായി കാണാം. എങ്കിലും ഈ ഖബർ ഖിൽജിയുടേതാണെങ്കിൽ അധികാരത്തെ മഹത്വവൽക്കരിക്കാത്ത ഖബറുകളെ അഥവാ സ്മാരക കുടീരങ്ങളെ ആരാധന കേന്ദ്രങ്ങളാക്കാൻ താൽപ്പര്യമില്ലാത്ത, മഹത്വചിഹ്നങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിൻ്റെ ശക്തിയെയും വികസനത്തെയും ഭരണത്തെയും വ്യക്തികളെക്കാൾ മുൻതൂക്കം നൽകിയ ഒരു ശക്തനായ സുൽത്താൻ്റെ ചിന്തയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു.